ശില്പ, നമ്മൾ ഒരുപാട് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള നായകന്മാരോടൊക്കെ അല്ലെങ്കിൽ നായകന്മാരായി വരുന്നവരോടൊക്കെ നമുക്ക് ആൺപെൺ ഭേദമില്ലാതെ നമുക്ക് താരാരാധന തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ താരാരാധന മൂലം ആ സിനിമയിൽ തന്നെ വില്ലന്മാർ അല്ലെങ്കിൽ വില്ലൻ റോളിൽ എത്തുന്ന ആളുകളോട് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു തരം അസഹിഷ്ണുത അവരോട് തോന്നുക, അല്ലെങ്കിൽ അവർ തീർത്തും ക്രൂരന്മാരായ വില്ലന്മാരാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും ഈ ഒരു താരാരാധന മൂലം. പക്ഷെ പിന്നീട് ആ സിനിമകൾക്കൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് ആ വില്ലന്മാർക്കുള്ളിലൊരു പളുങ്ക് ഹൃദയം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയ ഒരുപാട് സിനിമകളുണ്ട്. ശില്പി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ പഴയ ഒരുപാട് സിനിമകൾ നമുക്കറിയാം. പഴയ സിനിമകളുടെ ഓരോ സീനുകളാണെങ്കിലും ഡയലോഗുകളാണെങ്കിലും ഒക്കെ ഹിറ്റായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മളിപ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ദശമൂലം ദാമു ഇന്നും ജനങ്ങൾക്കിടയിൽ ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു സാധനം, അടിച്ചു കയറി വാ എന്ന് പറയുന്ന ഒരു ഒറ്റ ഡയലോഗ് എവിടെന്നോ പെട്ടെന്ന് പൊട്ടി വീണ് ഇപ്പൊ ട്രെൻഡിങ് ആയി പോയതാണ്. അതുപോലെ തന്നെ ഈ പഴയ വില്ലന്മാർ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പ്രണയങ്ങളാവട്ടെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള എന്ന് വെച്ചാൽ ഇപ്പൊ പണ്ട് രാമായണത്തിൽ രാമനായിരുന്നു ഹീറോ, പക്ഷെ ഇന്ന് രാവണനെ ഹീറോ ആയി കാണുന്നവരാണ് കൂടുതൽ ആൾക്കാർ. രാവണൻ സീതയോട് കാണിച്ച പ്രണയത്തെ അല്ലെങ്കിൽ രാവണൻ സീതയെ നോക്കിയ രീതിയെ, രാവണൻ സീതയോട് കൊടുത്ത ബഹുമാനത്തെ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് രാമനേക്കാൾ സ്നേഹം സീതയോട് രാവണനായിരുന്നു എന്ന് പറയുന്ന, രാവണനെ സ്നേഹിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ. അതുപോലെ തന്നെയാണ് ഈ സിനിമകളിലേക്ക് വരുമ്പോഴും. ഇപ്പൊ നമുക്കറിയാം ഗില്ലി സിനിമ, വിജയും തൃഷയും കൂടി അഭിനയിച്ച ഗില്ലി സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് വിജയുടെ ഹീറോയിസവും അല്ലെങ്കിൽ വിജയും തൃഷയും തമ്മിലൊരു കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ, ഇന്ന് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അതിൽ മുത്തുപ്പാണ്ടി എന്ന് പറയുന്ന പ്രകാശ് രാജ് ചെയ്ത കഥാപാത്രത്തിന്റെ ചെല്ലോ ആ ഡയലോഗ് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമയിൽ പറഞ്ഞു വെച്ച ഡയലോഗുകൾ എന്ന് പറയുന്നത് ഇന്നും മലയാളികൾക്കും അല്ലെങ്കിൽ ഏത് ഭാഷയിലുള്ളവരും വളരെ പ്രിയപ്പെട്ടതായി കാണുന്ന, അല്ലെങ്കിൽ മുത്തുപ്പാണ്ടി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്, തൃഷ എന്ന് പറയുന്ന ആ കഥാപാത്രത്തോടുണ്ടായിരുന്ന സ്നേഹം അത് വളരെ പ്യുവർ ആയിരുന്നു. ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലെ എന്തും കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, നിനക്കിപ്പോൾ 100 പവൻ സ്വർണം വേണോ, നീ ചോദിക്ക്, ഞാൻ തരും, നീ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്തിട്ട് പോ, അത് ഞാൻ തിരിച്ച് സമ്പാദിച്ചെടുക്കും, പക്ഷെ ആ നിൽക്കുന്നത് എൻ്റെ ഹൃദയമാണ്, എൻ്റെ ഡാർലിംഗ് ആണ്, നിങ്ങൾ എടുത്തിട്ട് പോവരുത് എന്ന് മുത്തുപ്പാണ്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതില്. അന്ന് നമ്മൾ അതിനെ മുത്തുപ്പാണ്ടി കുറച്ച് ഒരു എന്താ പറയുക റൗഡി സെറ്റപ്പിലുള്ള ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ മുത്തുപ്പാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര വെടിപ്പല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് ക്രൂരനാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ചിന്തിച്ചിരുന്നത്. തൃഷയുടെ അതിലൊരു മുഖഭാവമൊക്കെ നമ്മൾ നോക്കുമ്പോൾ പേടിച്ചു കയറേണ്ട ഒരു മുഖഭാവത്തിലാണ് തൃഷ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ മുത്തുപ്പാണ്ടിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ മുത്തുപ്പാണ്ടിയുടെ ഒരു നിഷ്കളങ്കമായ ഹൃദയം, അല്ലെങ്കിൽ എന്ത് സോഫ്റ്റ് ആയിരുന്നു ആ മനുഷ്യൻ, അല്ലെങ്കിൽ ആ സ്ത്രീയോട് എത്രത്തോളം ബഹുമാനത്തോടെയാണ് അയാൾ സംസാരിച്ചിരുന്നത്. ഇയാൾ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും ഈ തൃഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇയാൾ സ്നേഹിക്കുന്ന ഈ പെൺകുട്ടിക്ക് മുന്നിൽ അയാളൊന്നും ആയിരുന്നില്ല. അയാൾ അത്രത്തോളം അയാളായൊരു മനുഷ്യനായി, പച്ചയായൊരു മനുഷ്യനായി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു പ്രകാശ് രാജിന്റെ തന്നെ സിനിമയാണ് പാണ്ഡിതുരൈ. അതെ, പാണ്ഡിതുരൈ ആയിട്ട് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചത്. അതിനകത്ത് അദ്ദേഹം ഇതേ പറഞ്ഞ പോലെയാണ്, നവ്യ നായരോട് അദ്ദേഹത്തിന് അകമഴിഞ്ഞ സ്നേഹമാണ്, അവരെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അദ്ദേഹത്തിന് അതിലുള്ളൂ. അല്ലാതെ വേറെ യാതൊരു എന്താ പറയാ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു ചിന്തകളോ അയാൾക്ക് അതിലില്ല. പക്ഷെ അയാൾ അതിന് തെരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ അല്ലെ വഴികളാണ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ബിൽഡ് ചെയ്ത രീതികൾ, ഒരു വില്ലനിസം ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ്. അത് ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജിന്റെയാണ്. ഇപ്പൊ പാണ്ഡിതുരൈ ആണെങ്കിലും മുത്തുപ്പാണ്ടി ആണെങ്കിലും അതിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു എന്താ ടെറർ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറയുന്നത് സംസാരിച്ചിട്ട് മനസ്സിലാക്കി നേടിയെടുക്കണം എന്നുള്ളതിനുപരി 2 വാള് കാണിച്ചാൽ കിട്ടും. അത് അവരുടെ എന്താ പറയാ അവർ ബ്രോട്ടപ്പ് ചെയ്ത രീതിയുടെ അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ മനസ്സ് അങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രണയവും അന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റാനത്, അല്ലെങ്കിൽ ആ പ്രണയത്തെ നമുക്ക് അത്ര പ്യൂറായി അന്ന് കാണാൻ സാധിക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് പണ്ട് കാലത്തെ, അല്ലെങ്കിൽ പണ്ട് കാലത്തിൽ ഇന്നത്തെ ആണെങ്കിലും ഇപ്പൊ എന്നും നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കാണാം പൃഥ്വിരാജിന്റെയും പാർവതിയുടെയും പ്രണയത്തെയാണ് നമ്മൾ അതിൽ ആഘോഷിച്ചത്. പക്ഷെ ടൊവിനോയ്ക്ക് അന്ന് പാർവതിയോട് ഉണ്ടാവുന്ന സ്നേഹം അത് എത്രയോ പ്യൂറാണ്. അദ്ദേഹം ഒരു മോഹവും ഇല്ലാതെ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു വാശിയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ ആ സ്നേഹത്തെ ഉള്ളിലൊതുക്കി ജീവിച്ചു. അങ്ങനത്തെ ഒരുപാട് പ്രണയങ്ങൾ ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ താനെ പിൻവാങ്ങി പോവാണ്. അതെ, അവിടെ പോയി ഇന്നത്തെ പോലത്തെ ആസിഡ് ഒഴിക്കാനോ അതല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനോ ഒന്നും ആരും നിൽക്കുന്നില്ല. അപ്പോൾ അവരുടെ സ്വഭാവം വില്ലനിസം ഉള്ളതാണെങ്കിലും അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്യൂർ ആണെന്നുള്ളതാണ്.
എനിക്ക് ഇതേപോലെ പിടികിട്ടാതെ പോയൊരു വില്ലൻ അല്ലെങ്കിൽ പോലും നമുക്ക് നായകനല്ലാതിരുന്ന ഒരു കഥാപാത്രം, സെക്കൻഡ് ഹീറോ എന്നൊന്നും പറയാൻ പറ്റില്ല. പത്മരാജന്റെ ഇന്നലെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ ജയറാമും ശോഭനയാണ് നായകനും നായികയായിട്ട് വരുന്നത്. പക്ഷെ അതിനകത്ത് ആ സിനിമ കണ്ടവർക്ക് അറിയാം, ശോഭനയുടെ ഭർത്താവായിരുന്ന ആളാണ് സുരേഷ് ഗോപി. അപ്പം നമ്മൾ ആ സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മൾ ഇവരുടെ ഒരു കെമിസ്ട്രി കണ്ട് നമ്മളിങ്ങനെ മനസ്സാല ആഗ്രഹിക്കുക ഇവരൊന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ. അതായത് ജയറാമും ശോഭനയും അവർ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ പ്രേക്ഷകർ മനസ്സാല ആഗ്രഹിക്കും ഇവരൊന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായനെ, ഒന്നിക്കട്ടെ എന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരിക്കും ശോഭനയുടെ മുൻ ഭർത്താവായിരുന്ന സുരേഷ് ഗോപിന്റെ എൻട്രി. അപ്പൊ നമുക്ക് അദ്ദേഹത്തിലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി, നമ്മൾ അയ്യോ ജയറാം ഇപ്പൊ സീനിന്ന് ഔട്ടാവും, അവർ തമ്മിൽ ഒന്നിക്കും. അപ്പൊ നമുക്ക് താനേ പ്രേക്ഷകരുടെ മനസ്സിൽ സുരേഷ് ഗോപിക്ക് ഒരു വില്ലൻ ഷെയ്ഡ് വരും. പക്ഷേ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപി താനെ അങ്ങോട്ട് പിന്മാറും. അതായത് ശോഭനയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ശോഭനയ്ക്ക് അതിൽ ഓർമ്മ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം സുരേഷ് ഗോപി അവരെ ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജീവിച്ചിരുന്നു, നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരുന്നു, നീ ഒരു യാത്ര പോകവെയാണ് നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത്, നമുക്ക് തിരിച്ചൊന്നിച്ച് ജീവിക്കാൻ ആയിട്ട് നമുക്ക് തിരിച്ചു പോവാം എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് തിരച്ചിലിനൊടുവിൽ ശോഭനയെ കണ്ടെത്തിയതും അവരെ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ആവുന്നത്. പക്ഷെ അയാൾ അവിടുത്തെ ആ ഒരു ഇവർ തമ്മിലുള്ള സ്നേഹം, ഇവരൊരു പുതിയ ജീവിതം, ഒരു പുതിയ ജന്മമാണ് അവരുടെ, ശോഭനയുടെ പുതിയ ജന്മമാണ്, അവർ ജയറാമും ശോഭനയും ഒന്നിച്ചുള്ള ഒരു പുതിയ ജീവിതമാണ്. അതിനകത്ത് അദ്ദേഹത്തിന് ഇനി സ്പേസ് ഇല്ല, അല്ലെങ്കിൽ എനിക്കിനി ഇതിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തനിയെ പിന്മാറാണ്. ശോഭനയോട് അദ്ദേഹം ഒന്നും പറയുന്നില്ല, നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരുന്നോന്നോ അല്ലെങ്കിൽ എന്നെ ഓർമ്മയുണ്ടോന്നോ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം അതിനകത്ത് ചോദിക്കുന്നില്ല. അദ്ദേഹം ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ട എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മളെ പേഴ്സണൽ ലൈഫിൽ ആൾക്ക് നമ്മൾ അതിനേക്കാൾ കൂടുതൽ വാല്യൂ നമ്മളെ സന്തോഷത്തെക്കാൾ വാല്യൂ നമ്മൾ അവരുടെ ഹാപ്പിനെസ്സിന് കൊടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ എനിക്കൊന്നും അവിടെ മാറിപ്പോവാൻ നിൽക്കുന്നത്. അല്ലാതെ അവരെ പിന്നീട് മാനസികമായി ബുദ്ധിമുട്ടിക്കുകയോ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം അത്രത്തോളം പ്യുവർ ആയതുകൊണ്ടാണ്. അത്തരത്തിൽ പോർട്രേ ചെയ്യപ്പെട്ട വില്ലന്മാർ അല്ലെങ്കിൽ ആ ഒരു വില്ലൻ പരിവേഷം ലഭിച്ച ആളുകൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു. ഇപ്പൊ ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമ, അതിലെ വില്ലൻ ക്യാരക്ടർ ഇപ്പോഴാണ് കുറച്ചധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതില് നമുക്കറിയാം മോഹൻലാൽ അല്ലെങ്കിൽ ഇന്ദു എന്ന് പറയുന്ന മീന ചെയ്ത കഥാപാത്രത്തെ അവരൊന്നിക്കണം, മീന വേറെ കല്യാണം കഴിച്ചതൊന്നും അംഗീകരിക്കാൻ നമ്മൾ പ്രേക്ഷകർ തയ്യാറായിരുന്നില്ല. അതിൽ മോഹൻലാലും ഇന്ദുവും എങ്ങനെ ഒന്നിക്കും എന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിൽ നമ്മൾ കാണാതെ പോയ ഒരു പ്രണയമാണ് അതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്ത ഒരാളുടെ പ്രണയം എന്ന് പറയുന്നത്. അയാൾ ഇന്ദുവിന് വേണ്ടി, ശരിയാണ് അയാൾ ചെയ്തതിൽ തെറ്റുകൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് എന്തുകൊണ്ടാണ് അയാൾ ചെയ്തത്? അയാളുടെ പ്രണയം അല്ലെങ്കിൽ ആൾക്ക് ആ സ്ത്രീ വേണം, അല്ലെങ്കിൽ ആ സ്ത്രീയോടുണ്ടായിരുന്ന അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ് അത് ചെയ്തു വെക്കുന്നത്. ഇന്ദുവിന്റെ ഹസ്ബൻഡിന് വയ്യാണ്ടായി കിടപ്പിലാകുമ്പോൾ ഇന്ദുവിനെ നോക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഇയാളാണ്. ഇയാൾക്ക് അതിന്റെ ആവശ്യങ്ങളില്ല. ഇപ്പൊ ആ സിനിമയിലെ ഇന്ദുവിന്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ നോക്കുന്നത് ഈ വില്ലൻ ക്യാരക്ടർ ആണ് എങ്കിലും, പക്ഷെ അതിന് മുന്നിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മോട്ടീവ് എന്ന് പറയുന്നത് ഇന്ദു എന്ന് പറയുന്ന സ്ത്രീയെ എങ്ങനെയും നേടിയെടുക്കുക എന്നുള്ളൊരു മോട്ടീവാണ്. അത് തെറ്റായ രീതിയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുമെന്നുള്ളതല്ല. പക്ഷേ ആ സ്ത്രീയോടുള്ള സ്നേഹമാണ്, അല്ലാതെ അയാൾക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടാനിട്ടൊന്നുമല്ല. ആ ഒരാളെ പോലെ 9 പേരുണ്ടെന്ന് പറയുമെങ്കിലും ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നതിൽ മോഹൻലാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വയ്ക്കുന്നത് അത് പല പ്രണയങ്ങളിലും അത് സത്യമാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ഒരാളെ പോലെ വേറൊരാളെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ആ ഒരാളുടെ ഒരു മുഖഭാവം മേ ബി ഒരു 9 പേർക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ശാരീരിക ഘടന കുറെ പേർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അയാളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരാളെ ഉണ്ടാവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ നായകന്മാരെ അനുഭവം ഇൻട്രോയിൽ പറഞ്ഞ പോലെ നായകന്മാരെ എന്നും നമ്മൾ പുകഴ്ത്താറുണ്ട് അല്ലെങ്കിൽ വാഴ്ത്താറുണ്ട്. പക്ഷെ വില്ലന്മാരെ നമ്മൾ അവരുടെ ആക്ടിങ്ങിന്റെ ഒരു മികവാണ് നമ്മൾ അവരെ വെറുക്കുന്നുണ്ടെങ്കിൽ, കാരണം അത് കൃത്യമായി അവരത് അഭിനയിപ്പിച്ച് ബലിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അവരെ വെറുക്കുന്നത്. സോ പക്ഷെ അതിൽ അവരുടെ ഇമോഷൻസ് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ കുറച്ചുകൂടി അതിനെ അനാലിറ്റിക്കലായി എടുത്ത് അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ക്യാരക്ടേഴ്സ് ഇപ്പോൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.